പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 22-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നില്ലേ? ആ കൈകളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തുന്നത് ഓർത്ത് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്താണ് എല്ലാവരും അല്പസമയം കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സങ്കീർത്തനം 50:14 പറയുന്നു, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക. അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടത്തുവനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ അല്പസമയം കൂടെ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ആ കൃപകളെ നമുക്ക് ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളിപ്പോൾ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമായി തീരട്ടെ. അവൻ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവിക ആരോഗ്യം യേശുവിൻ നാമത്തിൽ വരട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ദൈവിക ആരോഗ്യത്താൽ നിറയട്ടെ. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രോഗമുള്ള ശരീരമല്ല, ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകട്ടെ. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ, ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ലോർഡ്. ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, പ്രത്യേകമായി ആമേൻ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഒരു ദൈവിക രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ ഇറങ്ങി വരികയും അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അയക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം. വാതിലുകളെ തുറക്കുന്നവൻ അങ്ങാകിയാൽ സ്തോത്രം. അങ്ങ് തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല, അങ്ങ് അടച്ചാൽ തുറക്കുവാനും ആർക്കും കഴിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്കായി ചില പുതുവാതിലുകൾ ഓപ്പൺ ആകുന്നതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് 10th ഗ്രേഡിലും 12th ഗ്രേഡിലും ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി പ്രകാശിക്കട്ടെ, അവരുടെ ഓർമ്മ വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ കർത്താവെ അങ്ങയുടെ വരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് തന്നെ മക്കളെ സഹായിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷിക്ത ദാസീദാസന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവകൃപ എല്ലാ അഭിഷിക്തന്മാരുടെ മേലും കൊടുക്കണം. നാളത്തെ സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരണം. ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി ലോകവ്യാപകമായി കാണുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, രാജ്യങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. സമാധാനമില്ലാത്ത ഭവനങ്ങളെ ഞങ്ങളിപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാ ഭവനങ്ങൾക്കകത്തും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നത് കർത്താവേ. അങ്ങയുടെ വലിയ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച്
ഇന്ന് പ്രാർത്ഥിക്കണം. നാളത്തെ സഭായോഗം ലോകവ്യാപകമായി ഒരു ഉണർവിന് കാരണമാകുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ അത് ലോകത്തെ തന്നെ ചലിപ്പിക്കുന്ന സഭായോഗങ്ങളായി മാറും. അത് നമ്മുടെ എല്ലാവരും ജീവിതത്തെ അനുഗ്രഹമാകും. ഈ പ്രഭാതത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബൻ ഏസർ എന്ന് പേരിട്ടു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ കരമുയർത്തി പറഞ്ഞാണ്ട് ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു. ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി ഇതുവരെ കൊണ്ടുവന്ന കർത്താവിന്, ഇതുവരെ നടത്തിയ കർത്താവിന് അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യണം. ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന കർത്താവിന്, ഇതുവരെ നമ്മളെ നടത്തിയ കർത്താവിന് ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ആമേൻ തകർക്കുമെന്ന് പറഞ്ഞ സകലത്തെയും, ആമേൻ നമ്മളെ നശിപ്പിച്ച് കളയും, നമ്മളെ മുൻപോട്ട് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ സകലത്തെയും ആമേൻ യേശു തകർത്ത് നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ജനിച്ച നാൾ മുതൽ ഇന്നു വരെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയല്ലേ നമ്മൾ കണ്ടത്. ജനിച്ച നാൾ മുതൽ ആമേൻ പല രീതിയിൽ പിശാച് നോക്കി നമ്മളെ മുന്നോട്ട് വിടാതിരിക്കാൻ, പല പ്രശ്നങ്ങളിൽ നമ്മളെ കുരുക്കി നോക്കി, ആമേൻ പല രോഗങ്ങളിൽ നമ്മളെ കുരുക്കി നോക്കി, ആമേൻ നമുക്ക് നിരാശ വരുത്തി നോക്കി, ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലയിടത്തും തളർന്നിരുന്നു പോയി. എന്നാൽ ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ ഇറങ്ങിയപ്പോൾ, കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങിയപ്പോൾ ആമേൻ നമ്മൾ ഇതുവരെ എത്തി. കരമുയർത്തി പറ, ഞങ്ങൾ എത്തിയതല്ല, അങ്ങ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതാണ്. ആമേൻ ആമേൻ. ഒന്നുകൂടെ കൈകൾ ഉയർത്തി പറ, കർത്താവേ ഞങ്ങൾ ഇതുവരെ വന്നതല്ല, ഹല്ലേലൂയ, ഞങ്ങളെ ഇതുവരെ അങ്ങ് എത്തിച്ചതിനായിട്ട് സ്തോത്രം. ഈ യാത്രയിൽ ഒരുപക്ഷെ നിങ്ങൾ 40 വയസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ 50 വയസ്സുള്ള ആളായിരിക്കാം, എത്രയായിക്കോട്ടെ, ഈ യാത്രയിൽ കർത്താവേ അങ്ങ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ എത്തിയതല്ല കർത്താവേ, അങ്ങ് ഞങ്ങളെ ഇതുവരെ എത്തിച്ച അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് ഒരുപക്ഷെ ഈ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതാണ്. അവൻ കർത്താവിനോട് പറയുവാൻ, ഇത്രയും കാലം ജോലി ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം. ഇത്രത്തോളം വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം. അമേൻ. ഇത്രത്തോളം അമേൻ കുടുംബജീവിതവും സമാധാനമായി മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് സഹായിച്ചതിന് സ്തോത്രം. നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ, അമേൻ പല കാര്യങ്ങൾ പിടിച്ചു വെക്കുവാൻ പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ ദൈവജനത്തെ ഫറവോൻ പിടിച്ചു വെക്കുവാൻ നോക്കി. എന്നാൽ ഫറവോൻ പിടിച്ചു വെക്കുവാൻ നോക്കിയെടുത്തു എന്ന് കർത്താവ് തന്നെ ശക്തി വെളിപ്പെടുത്തി. ആമേൻ ഫറവോൻ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ നമ്മളെ പിടിച്ചു വെക്കുവാൻ നോക്കിയ, നമ്മളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച സകലത്തിൽ നിന്നും നമ്മളെ കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, തൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മളെ വിടുവിച്ച് ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പക്ഷേ ഡോക്ടർമാർ പല പ്രാവശ്യം പറഞ്ഞതായിരിക്കും ഇനി മുൻപോട്ടുണ്ടാകത്തില്ല. എന്നാൽ അവിടെ നിന്നും നമ്മളെ വിടുവിച്ച് കർത്താവ് ഇതുവരെ കൊണ്ടുവന്നു. ആമേൻ ആമേൻ. വിധികളെ മാറ്റി എഴുതി, നാട്ടുകാർ എഴുതിയ വിധികളെ മാറ്റി എഴുതി, മെഡിക്കൽ സയൻസ് എഴുതിയ വിധികളെ മാറ്റി എഴുതി. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മുടെ സ്വന്തക്കാരെഴുതിയ വിധികളെ മാറ്റി എഴുതി. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് നമ്മളെ ഇതുവരെ കൊണ്ടുവന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഇതുവരെ നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഇതുവരെ നമ്മളെത്തി. ഇനിയും നമ്മൾ പോകുന്നത് കർത്താവിൻ്റെ കൃപയാണ്. നമുക്കതുകൊണ്ട് ധൈര്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് പറയണം, ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞവൻ, ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞവൻ, ഇന്ന് വരെ കൊണ്ടുവന്നവൻ ഇനിയും കൊണ്ടുപോകാൻ മതിയായവനാകിയാൽ ആമേൻ ഇനിയും ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും. അവൻ താഴ്ച പ്രാപിച്ചു പോകത്തില്ല. കർത്താവ് ഇതുവരെ കൊണ്ടുവന്നവൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇനിയും മുന്നേറുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ ധൈര്യമായിട്ട് പറയണം. എവിടെയെങ്കിലുമൊക്കെ ഉടക്കി നിൽക്കുന്നതായിട്ട് തോന്നുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോകുന്നതായിട്ട് തോന്നുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാകുന്നതായിട്ട് തോന്നുമ്പോൾ പറയണം, നോ, ഇതുവരെ കൊണ്ടുവന്ന എബനേസർ അമേൻ യഹോവ അമേൻ എബനേസർ, അല്ലെങ്കിൽ അമേൻ ഇതുവരെ കൊണ്ടുവന്ന ഇമ്മാനുവേൽ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ എന്നും സ്റ്റക്കായി നിൽക്കത്തില്ല. ഇനിയും ഞങ്ങൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഇതുവരെ കൊണ്ടുവന്നവൻ എബനേസർ ഇനിയും നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ മതിയായവനാണ്. ആ കർത്താവിന് സ്തോത്രം പറഞ്ഞ് മുന്നേറുക, ധൈര്യമായിട്ട് മുന്നേറുക. ഒന്നിനും പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എങ്ങും സ്റ്റക്കായി പോകത്തില്ല. ഒരു ബോധ്യമുണ്ടായാൽ മതി, ഇതുവരെ കൊണ്ടുവന്ന കർത്താവ് ഇനിയും കൊണ്ടുപോകാൻ മതിയായവനാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.